ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്കൊരു ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടെ നമുക്ക് എടുക്കാനുണ്ടായിരുന്നു. അത് ഇതായിരുന്നു, ടെസ്റ്റ് ഫോർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ഓഫ് സ്മോൾ സാമ്പിൾ. നമ്മൾ ലാർജ് സാമ്പിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാനുള്ളത് സ്മോൾ സാമ്പിൾസിന്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നേരത്തെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്നത് പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ സ്മോൾ സാമ്പിൾസിന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് ടി ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ഇവിടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷന്റെ സ്മോൾ സാമ്പിൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ ലാർജ് സാമ്പിൾ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് Z ഡിസ്ട്രിബ്യൂഷൻ ആണ്, Z ടേബിൾ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. ഐ മീൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക. സ്മോൾ സാമ്പിൾ ആണെങ്കിൽ യൂസ് ചെയ്യേണ്ടത് പോപ്പുലേഷൻ മീൻ ആണെങ്കിൽ മീനിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത് ടി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സ്മോൾ സാമ്പിൾസിന്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക, സ്മോൾ സാമ്പിൾ ആണെങ്കിൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പം എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ, എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ് ഇവിടെ ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് n, പി നോട്ട് എന്ന് പറയുന്നത് അതിന്റെ സക്സസ് റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ത്രൂ എ പ്രോബ്ലം. നമുക്ക് വേണ്ടത് എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ആണ്, ദാറ്റ് ഐ ടോൾഡ്. ദെൻ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത് റിജക്ട് ചെയ്യുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എച്ച് നോട്ട് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് പി ഈക്വൽ ടു പി നോട്ട് എന്ന് ചൂസ് ചെയ്യാം. പി നോട്ട് എന്ന് പറയുന്നത് ഇവിടെ സക്സസ് റേറ്റ് ആണ് പി നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, H1 ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ലെഫ്റ്റ് ടൈൽഡ് ആവാം, റൈറ്റ് ടൈൽഡ് ആവാം, ടു ടൈൽഡ് ആവാം. അപ്പൊ ലെഫ്റ്റ് ടൈൽഡ് ആണെങ്കിൽ H1 എന്ന് ചൂസ് ചെയ്യുന്നത് P ലെസ് ദാൻ പി നോട്ട് എന്ന് പറയുന്നത് നമുക്ക് P ലെസ് ദാൻ പി നോട്ട് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് എങ്കിൽ അപ്പം നമ്മൾ H1 ആയിട്ട് എടുക്കുന്നത് P ലെസ് ദാൻ പി നോട്ട്. നമ്മൾ നേരത്തെ പ്രോബ്ലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്നു, അത് കറക്റ്റ് ചെയ്യണം നിങ്ങൾ. എച്ച് നോട്ട് ആണ് നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്, P ലെസ് ദാൻ പി നോട്ട് എന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയല്ല എടുക്കേണ്ടത്. എച്ച് നോട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്നും എന്താണ് ദെൻ H1 ആണ് നമ്മൾ എടുക്കേണ്ടത് P ലെസ് ദാൻ പി നോട്ട് എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ P ഗ്രേറ്റർ ദാൻ. അപ്പൊ ലെഫ്റ്റ് ടൈൽഡ് ആണെങ്കിൽ H1 എന്ന് പറയുന്നത് P ലെസ് ദാൻ പി നോട്ട് എന്നെടുക്കുക. ഇവിടെ ഡിസിഷൻ റൂൾ എന്ന് പറയുന്നത് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് എച്ച് നോട്ട് ഈഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് സക്സസ് ആണ്. സക്സസിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ വി റിജക്ട് എച്ച് നോട്ട് ഇൻ ദി കേസ് ഓഫ് ലെഫ്റ്റ് ടൈൽഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് ടൈൽഡ് ആണെങ്കിൽ ഇവിടെ ലെസ് ദാൻ ആവും. അപ്പൊ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണ്. എല്ലാ കേസിലും ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെയാണ്. ഓക്കെ, നൗ യു സി, അടുത്തത് റൈറ്റ് ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ റൈറ്റ് ടൈൽഡ് ആവുമ്പോൾ H1 എന്ന് പറയുന്നത് എച്ച് നോട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. പി ഈക്വൽ ടു പി നോട്ട് എന്ന് പറയുന്നത് H1 എന്ന് പറയുന്നത് P ഗ്രേറ്റർ ദാൻ പി നോട്ട് എന്നാണ് വരുന്നത്. ആ കേസിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിന്റെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണ്. അതിന് പകരം റൈറ്റ് ടൈൽഡ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ചേഞ്ച് വരുന്നത് ലെഫ്റ്റ് ടൈൽഡിന് ഇവിടെ ലെസ് ദാൻ എന്നും റൈറ്റ് ടൈൽഡിന് ഇവിടെ ഗ്രേറ്റർ ദാൻ എന്നും. ഇത് രണ്ടും സെയിം ആണ്. ലെസ് ദാൻ ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെയും ലെസ് ദാൻ തന്നെയാണ്. ഓക്കെ, ഇനി ടു ടൈൽഡ് ടെസ്റ്റ് ആണെങ്കിൽ
H1 എന്ന് പറയുന്നത് H നോട്ട് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ P ഈക്വൽ ടു P നോട്ട് എന്ന് പറയുന്നത് H1 ഈക്വൽ ടു P നോട്ട് P നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ കേസിലെ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് ഈ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ n ഇൻറ്റു പി നോട്ട് ആണെങ്കിൽ വി റിജക്ട് എച്ച് നോട്ട് ഇഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ആൽഫ ബൈ 2. അപ്പൊ ഇതാണ് ഇവിടുത്തെ റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത്. ടു ടൈൽഡ് ടെസ്റ്റിനകത്ത് റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് രണ്ട് കേസ് ഉണ്ട്. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ്. അപ്പൊ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 2 ആണെങ്കിൽ വി റിജക്ട് എച്ച് നോട്ട്. ഓക്കെ, ഇനി എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ റിജക്ട് ചെയ്യേണ്ട റൂൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 2 ആണ്. ഓക്കെ, അപ്പൊ 3 കേസാണ് വരുന്നത്. ഒന്ന് ലെഫ്റ്റ് ടൈൽഡ് എന്ന് പറയുമ്പോൾ H1 എന്ന് പറയുന്നത് P ലെസ് ദാൻ P നോട്ട് എന്ന് പറയാം. ഈ കേസിൽ റിജക്ട് എച്ച് നോട്ട് ഈഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സക്സസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആകുമ്പോൾ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് H1 വാല്യൂ റൈറ്റ് ടൈൽഡിൽ P ഗ്രേറ്റർ ദാൻ P നോട്ട് എന്നാണ് വരുന്നത്. ഈ കേസിൽ റിജക്ട് എക്സ് നോട്ട് ഈഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ. ഇനി അടുത്ത കേസ് ടു ടൈൽഡ് ടെസ്റ്റ് ആണ്. അതിനകത്ത് H1 എന്ന് പറയുന്നത് P നോട്ട് ഈക്വൽ ടു P നോട്ട് എന്നായിരിക്കും. ഇവിടെ രണ്ട് കേസ് വരുന്നുണ്ട്. ഒന്ന് സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ എൻ പി നോട്ട്. ഇവിടുത്തെ ആൽഫക്ക് പകരം ഇതിനകത്ത് ആൽഫ ബൈ 2 എന്നാണ് വരിക. അപ്പോ ഈ കേസിലെ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ബൈ 2. അപ്പോ എക്സ് ലെസ് ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ റിജക്ട് ചെയ്യേണ്ടത് ടു ടൈൽഡിൽ ഇവിടെ ആൽഫക്ക് പകരം ആൽഫ ബൈ 2 എന്ന് വരും. അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ ദിസ് വിൽ കീപ് probability of x greater than or equal to alpha x ആണ് x less than or equal to alpha by 2. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടെ എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് തന്നെയാണ് എല്ലാ കേസിലും വരുന്നത്. ടു ടൈൽഡിലാണെങ്കിൽ ഇത് ആൽഫ ബൈ 2 എന്ന് വരും. ലെഫ്റ്റ് ടൈൽഡ് ഓർ വൺ ടൈൽഡ് ആണെങ്കിൽ ആൽഫ എന്ന് വരും. ഇവിടെയാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ മാറി വരുന്നത്. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ ടു ദ പ്രോബ്ലം. So first problem is a coin is claimed to be fair, that is P equal fair എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഹെഡ് വരുന്ന നമ്പർ ഓഫ് ഹെഡ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഹെഡ് വരുന്ന എണ്ണവും നമ്പർ ഓഫ് ടെയിൽ വരുന്ന എണ്ണവും 50% ആവും. അതാണ് ഫെയർ എന്ന് പറയുന്നത്, അൺബയസ്ഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ P ഈക്വൽ ടു 0.5 എന്നുള്ളതാണ് തന്നേക്കുന്നത്. 50% ആണ് ഇവിടുത്തെ പിന്നെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, 50% ടൈല് 50% ഹെഡ്. ആ കേസാണ് നമ്മൾ ഫെയർ അല്ലെങ്കിൽ അൺബയസ്ഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ടോസ് ചെയ്യുന്നത് n ഈസ് ഈക്വൽ ടു 8 ടൈംസ് ടോസ് ചെയ്തു. അപ്പോ ഇവിടെ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് ഹെഡ് വരിക എന്നുള്ളതാണ് സക്സസ്. അപ്പൊ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് ഇറ്റ് ഈസ് 7. ആൽഫ ഈസ് ഗിവൺ ആസ് 0.05. ഇതാണ് ആൽഫയുടെ വാല്യൂ. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് വെദർ ദി കോയിൻ ഈസ് ബയാസ്ഡ് ടുവേഴ്സ് ഹെഡിലേക്ക് ബയാസ്ഡ് ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബയാസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എച്ച് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുക പി എന്ന് പറയുന്നത് 0.5 ആണെന്ന് എടുത്തു. പി ഈക്വൽ ടു പി നോട്ട്. സോ ദിസ് ഈസ് യുവർ പി നോട്ട്. ഓക്കെ, H1 ആയിട്ട് എടുക്കേണ്ടത് ഹെഡിനോട് ബയാസ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ ഈ വാല്യൂ ഗ്രേറ്റർ ദാൻ 0. ഹെഡിനോട് ബയാസ്ഡ് ആണെന്ന് പറയുമ്പോൾ ഹെഡ് വരുന്നത് കൂടുതലാണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ പി is greater than 0.5 0.5 എന്നാണ്, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇറ്റ് ഈസ് എ റൈറ്റ് ടൈൽഡ് ടെസ്റ്റ്. ഓക്കെ, റൈറ്റ് ടൈൽഡ് ആവുമ്പോൾ നമുക്കറിയാം
എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യേണ്ടത് റിജക്ട് എച്ച് നോട്ട് if probability of x less than or equal to x എന്ന് പറയുന്നത് less than or equal to 0. alpha എന്നാണല്ലോ. That is probability of x less than or equal to x എന്ന് പറയുന്നത് number of success. അപ്പോൾ probability of x less than അല്ല greater than, ഇവിടെ right tiled ആണല്ലോ. അപ്പോൾ greater than greater than or equal to alpha, greater than or equal to number of success, ഇത് less than or equal to alpha, alpha എന്ന് പറയുന്നത് 0.05 ആണോ? ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യും. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ വി റിജക്ട് എച്ച് നോട്ട് എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, n ഈക്വൽ ടു 8, x ഈക്വൽ ടു 7, പി നോട്ട് എന്ന് പറയുന്നത് സക്സസ് റേറ്റ് അത് 0.5, ആൽഫ ഈക്വൽ ടു 0.5. സോ എക്സ് ഈസ് എ എക്സ് ഈസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ with number of trials 8 and probability p എന്ന് പറയുന്നത് 0.51 അല്ലെങ്കിൽ n equal to 8 p equal to 0.5. നമുക്ക് വേണ്ടത് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05. ഇങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ എച്ച് നോട്ടിനെ റിജക്ട് ചെയ്തത്. അപ്പോൾ we just calculate the value of probability of x greater than or equal to 7. You see, probability of x greater than or equal to 7 എന്ന് പറയുമ്പോൾ നമ്മുടെ n എന്ന് പറയുന്നത് 8 ആണ്, x എന്ന് പറയുന്നത് 7 ആണ്. അപ്പോ x greater than or equal to 7 എന്ന് പറയുമ്പോൾ 7ഉം 8ഉം, എക്സിന്റെ വാല്യൂ 7നേക്കാളും വലുതെന്ന് പറയുമ്പോൾ 7 or 7 greater than or equal to 7 എന്ന് പറയുമ്പോൾ 7 and 8ന്റെ വാല്യൂ ആണ് വേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, നമുക്കറിയാം പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇതാണല്ലോ, എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ഇവിടെ പി എന്ന് പറയുന്നത് 0.5, അതുപോലെ ക്യൂ എന്ന് പറയുന്നത് 1 minus p, that is equal to 0.5 again. So we will get 8c7 p raised to x, that is 0.5 raised to 7 into 0.5 raised to 8 minus 7, that is 1, plus then 8c8, okay, 8c8 x equal to 8 എന്ന് പറയുമ്പോൾ 8c8 p raised to x into q raised to n minus 8 എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടുന്നത് ഇതായിരിക്കും വരുന്നത്. ഓക്കെ, 8c8 p raised to 8 p raised to 8 into q raised to n minus 8 എന്നാണ്. അപ്പോൾ 8 minus 8 0.5 raised to 0 എന്ന് വരും. അപ്പം 0.5 raised to 8 എന്നാണ്. ഓക്കെ, ദിസ് വാല്യൂ വി വിൽ ഗെറ്റ് ആസ് 0.035. അപ്പൊ ഇതാണ് നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂ. ഓക്കെ, ഇനി ചെക്ക് ചെയ്യേണ്ടത് ഈ കാൽക്കുലേറ്റഡ് വാല്യൂ, ഈ കാൽക്കുലേറ്റഡ് പ്രോബബിലിറ്റി, വി ഗോട്ട് ദിസ് കാൽക്കുലേറ്റഡ് പ്രോബബിലിറ്റി 0.35. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05നേക്കാളും ആൽഫയേക്കാളും ദിസ് പ്രോബബിലിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആവുമ്പോഴാണ് നമ്മൾ റിജക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർലി വി നോ ദിസ് പ്രോബബിലിറ്റി ഈസ് less than or equal to 0.05, therefore we reject h naught. h naught reject ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് h naught എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് ഇതാണ്, h naught എന്ന് പറയുന്നത് p equal to 0.5 ആണ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ റിജക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ h1 ആണ് ട്രൂ, ദാറ്റ് ഈസ് there is a biased h naught എന്ന് h1 എടുക്കുന്നത് p greater than 0.5 എന്ന് പറഞ്ഞാൽ there is a biased towards the head, അതാണ് മെയിൻ ചെയ്യുന്നത്. Okay. Now let us have another question. A machine is supposed to produce 10% of defective items. Abo proportion of defective item എന്ന് പറയുന്നത് 10% ആണ്, that is equal to 0.1. ഇതാണ്
ഡിഫക്റ്റീവിന്റെ പ്രൊപ്പോർഷൻ. ഓക്കെ, ഇൻ എ സാമ്പിൾ ഓഫ് 10 items, so n equal to 10 ആണ് വരുന്നത്. None are defective, that is number of success. ഇവിടെ സക്സസ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ആണ്. സക്സസ് മീൻസ് ഡിഫക്റ്റീവ് ഐറ്റം, ഇതാണ് മീൻ ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് എക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ആൻഡ് ആൽഫ ഈസ് ഗിവൺ ആസ്, നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആൽഫ ഈക്വൽ ടു 5%, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഡിഫക്ട് റേറ്റ് ഈസ് ലെസ് ദാൻ 10% ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഡിഫക്ട് റേറ്റ് ലെസ് ദാൻ 10% ആണോ? ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അവിടെ ലെഫ്റ്റ് ടൈൽഡ് ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പൊ H0 എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് P എന്ന് പറയുന്നത് 0.1 ആണ് എന്നെടുത്തു. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡിഫക്റ്റീവ് ഐറ്റംസിന്റെ പെർസെൻറ്റേജ് ലെസ് ദാൻ 10 ആണോ. അപ്പൊ എന്താണോ ചെക്ക് ചെയ്യേണ്ടത്, that you take as H1, not H0. Again, I am reminding you that in the problems that we have done in the classroom, we have taken that what we need to check that as H0. H0 ആണ് എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, അങ്ങനെ അല്ല എടുക്കേണ്ടത്. H1 ആണ് എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് എടുക്കേണ്ടത്. സോ P equal to P less than 0.1, ഇതാണ് H1 എടുക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് റിജക്ട് ചെയ്യേണ്ട H0 റിജക്ട് ചെയ്യേണ്ടത്, റിജക്ട് H0 if probability of x, ഇവിടെ റേറ്റ് ടൈൽഡ് ആയതുകൊണ്ട് x ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നത് 0 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, ആൽഫ എന്ന് പറയുന്നത് 0.05. ഇങ്ങനെയാണെങ്കിൽ വി റിജക്ട് H0 എന്ന് വരും. ഓക്കെ, അപ്പൊ അത് സോറി യു സി, ഇതിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ എക്സിന്റെ വാല്യൂ നമുക്ക് റിജക്ട് ചെയ്യേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.05 ആണെങ്കിൽ ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ, ആൽഫ എന്ന് പറയുന്നത് 0.0, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആവുമ്പോഴാണ് നമുക്ക് റിജക്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0 ഓർ 0യേക്കാളും താഴെയുള്ള വാല്യൂ ഇല്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അഗെയിൻ NCX P raised to x Q raised to n minus x ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണല്ലോ. അപ്പോ NC0 is here, n is 10, 10C0 P raised to, P is 0.1 raised to 0x, then Q is 0.9, 0.9 raised to 10 minus 0, okay, or it is equal to 0.9 raised to 10 എന്ന് വരും. That is approximately equal to 0.349 എന്നാണ് വരുന്നത്. Okay, so the probability we got as 0.349. We reject H0 if this value is 0.05 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലെസ് ദാൻ 0.05 ആണ്. ഈ വാല്യൂ ലെസ് ദാൻ അല്ലാത്തത് കൊണ്ട് വി ഫെയിൽ ടു റിജക്ട് H0. H0 റിജക്ട് ചെയ്യാൻ പറ്റില്ല. സോ H1 ആണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. H1 അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ H1 എന്ന് പറയുന്നത് നമ്മൾ എടുത്തത് ഇതാണ്, P ലെസ് ദാൻ 0.1 ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ ഇതാണ് കറക്റ്റ് എന്നുള്ളത്. ഡിഫക്ട് റേറ്റ് ലെസ് ദാൻ 10 ആണ് എന്നുള്ളതാണ്. ഓക്കെ, ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് എവിഡൻസ് that defect rate is less than 10%. ഇതാണ് ചെക്ക് അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, now let us have another problem. It is claimed that 30% of the seed is germinate.
That means the success rate is, or the proportion of the success is 0.3. 30% എന്ന് പറയുമ്പോൾ 0.3. In a sample of 6 seeds. So sample എന്ന് പറയുന്നത് 6 ആണ്. And 6 germinate എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, ഇവിടെ സക്സസ് എന്ന് പറയുന്നത് സീഡ് ജെർമിനേറ്റ് ചെയ്യാനുള്ള ചാൻസ്, അതാണ് സക്സസ് ആയിട്ട് വരുന്നത്. സോ എക്സ് എന്ന് പറയുന്ന ആ 6 സീഡിലെ 6 ജെർമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സക്സസ് എന്ന് പറയുന്നതും 6 ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് വി നീഡ് ടു ചെക്ക് അറ്റ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻറ്റ് 5% or it is equal to 0.0. Okay, whether the germination rate differs from 30 or not എന്നുള്ളതാണ്. അപ്പൊ എച്ച് നോട്ട് ആയിട്ട് എടുക്കേണ്ടത് പി ഈക്വൽ ടു 0.3 ആൻഡ് ഇറ്റ് ഡിഫേഴ്സ് ഫ്രം 30% എന്ന് പറയുന്നത് H1 എന്ന് പറയുന്നത് നമ്മൾ എടുക്കേണ്ടത് പി നോട്ട് ഈക്വൽ ടു 0.3. ഇത് 30%ൽ നിന്നും വ്യത്യസ്തമാണോ എന്നാണ് ചോദ്യം. സോ H1 എന്ന് പറയുന്നത് പി നോട്ട് ഈക്വൽ ടു 0.3. സോ ഇറ്റ് ഈസ് എ 2-tiled ടെസ്റ്റ് ആണ് വരുന്നത്. 2-tiled ആവുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ ഒരു കേസ് വരും, എക്സ് ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണെങ്കിൽ അടുത്ത കേസ് വരും. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് 2-tiled വരുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ എൻ പി നോട്ട് ആണോ ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ എക്സ് എന്ന് പറയുന്നത് ഇവിടെ 6 ആണ് വരുന്നത്, എക്സ് ഈക്വൽ ടു 6 ആണ് വരുന്നത്. എൻ പി നോട്ട് എന്ന് പറയുന്നത് എൻ പി നോട്ട്, പി നോട്ട് എന്ന് പറയുന്നത് ഇതാണ് പി നോട്ട് എന്ന് പറയുന്നത് 0.3. അപ്പോ 6 into 0.3 എന്ന് പറയുമ്പോൾ 1.8 എന്ന് നോക്കൂ. എക്സിന്റെ വാല്യൂ ഇവിടെ എക്സിന്റെ വാല്യൂ 6 ആണ് വരുന്നത്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണ് വരുന്നത് അല്ലെ. എൻ പി നോട്ട് എന്ന് പറയുന്നത് 1.8. അപ്പൊ ഇവിടെ റിജക്ട് ചെയ്യേണ്ടത് എച്ച് നോട്ട്, റിജക്ട്, അവർ റിജക്ഷൻ റൂൾ ഈസ് റിജക്ട് എച്ച് നോട്ട് if probability of x greater than or equal to x എന്ന് പറയുന്നത് x greater than or equal to x എന്ന് പറയുന്നത് ഇവിടെ ഗ്രേറ്റർ ദാൻ ആയതുകൊണ്ട് എക്സ് ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2-tiled ആയതുകൊണ്ട് α/2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ലെസ് ദാൻ ആണ് കിട്ടിയിരുന്നത്, എക്സ് ലെസ് ദാൻ ആണ് കിട്ടിയിരുന്നെങ്കിൽ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരും. അത്രയാണ് ഡിഫറൻസ് ഉള്ളത്. സോ ലെറ്റ് us go to the testing. എച്ച് നോട്ട് എന്ന് പറയുന്നത് നമ്മൾ എടുത്തു പി ഈക്വൽ ടു 0.30 എന്ന് എടുത്തു. H1 എന്ന് പറയുന്നത് പി നോട്ട് ഈക്വൽ ടു 0.30 എന്ന് എടുത്തു. n ഈക്വൽ ടു 6, x ഈക്വൽ ടു 6, ആൽഫ ഈക്വൽ ടു 0.05. നൗ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ചെക്ക് ചെയ്തത്. ഇവിടെ എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എൻ പി നോട്ട് ആണ് വരുന്നത്. അതുകൊണ്ട് റിജക്ഷൻ റൂൾ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സിനെ 6നെ ഡിപ്പെൻഡ് ചെയ്യും. സോ വി കാൽക്കുലേറ്റ് ഇതെന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു α/2 ആകുമ്പോഴാണ് നമുക്ക് റിജക്ട് ചെയ്യേണ്ടത്, അപ്പോഴാണ് എച്ച് നോട്ടിനെ റിജക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ വി ജസ്റ്റ് കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് പറയുമ്പോൾ 6 ഓർ ഗ്രേറ്റർ ദാൻ 6. n എന്ന് പറയുന്നത് ഇവിടെ 6 ആയതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 6നേക്കാളും വലിയ 6 ഓർ 6നേക്കാളും വലിയ വാല്യൂ ഇല്ല. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 6 മാത്രം വരും. ഓക്കെ, n ഈക്വൽ ടു 6 ആണ്, x ഈക്വൽ ടു 6 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 6 എന്ന് വരും. സോ ഇറ്റ് ഈസ് 6c6 p raised to 6 q raised to 0. Q raised to n minus 6, 6 minus 6, that we got the probability is 0. So this probability we got as 0. Probability equal to 0.00729. നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിന്റെ വാല്യൂ α/2നേക്കാൾ, α/2 എന്ന് പറഞ്ഞാൽ 0.025 ആണ്. അപ്പോൾ 0.025 ആണ്. ക്ലിയർലി വി നോ ദിസ് ഈസ് less than this probability is less than α/2. Less than α/2 ആണെങ്കിൽ നമുക്ക് റിജക്ട് H0. H0നെ ഇവിടെ റിജക്ട് ചെയ്യാണ് വേണ്ടത്.
So there is a significant evidence at 5% level to suggest that the germination rate differs from H naught. H naught-നെയാണ് ഇവിടെ 30%. H naught-നെയാണ് ഇവിടെ റിജക്ട് ചെയ്യേണ്ടത്. H naught-നെ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ H1 ആണ് ട്രൂ ആയിട്ടുള്ളത്. അപ്പോ ഇതിലെ പിന്നെ 30% ഈ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 30%-നേക്കാളും 30%-ൽ നിന്ന് ഡിഫർ ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കൺക്ലൂഷൻ. അപ്പൊ ഇങ്ങനെയാണ് ഈ ലാസ്റ്റ് ടോപ്പിക്കിൽ എടുക്കേണ്ടത്. അഗെയിൻ ഐ ആം ജസ്റ്റ് റിപ്പീറ്റിംഗ് യു ദാറ്റ് യു സീ ഇപ്പൊ ഈ പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ മാനുഫാക്ചറർ ക്ലെയിംസ് ദാറ്റ് at most 5% of items are defective. In a sample of 400 items, 30 are defective എന്ന് കിട്ടി. Test the 1% level whether the defect rate exceed 5% എന്ന്. അപ്പൊ ഇവിടെ H naught ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് P എന്ന് പറയുന്നത് 5% ആണ്. 0.05 എന്നെടുത്തു 5%. ആൻഡ് H1 ആണ് എടുക്കേണ്ടത്. P എന്താണോ ചെക്ക് ചെയ്യേണ്ടത് P ഈസ് ഗ്രേറ്റർ ദാൻ 0.5. ഇങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ്. H naught എന്ന് പറയുന്നത് P ഗ്രേറ്റർ ദാൻ 0.5 എന്നും 0.05 എന്നും H1 എന്ന് പറയുന്നത് P ലെസ് ദാൻ 0.05 എന്നുമാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കറക്റ്റ് അല്ല, ഇത് തെറ്റാണ്, ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോ അത് തെറ്റിക്കരുത്. സോറി ഫോർ ദാറ്റ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.